ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. സുദേവൻ അകത്തിരിപ്പുണ്ട്. രാവിലെ തന്നെ വന്നു. അങ്ങോട്ട് ചെല്ലേ. നമസ്കാരം. ശങ്കറെ, ഇതാരാന്ന് മനസ്സിലായോ? 12 വർഷങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിരിക്കേ. ശങ്കർ, അതെന്റെ അമ്മേനെ വിളിച്ച പേരാ. നിങ്ങൾക്ക് ആ പേര് വിളിക്കാൻ അറിയില്ല. ശങ്കറെ, ഇയാളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. എന്താ എന്നെ ആരും മനസ്സിലാക്കാത്ത? ഞാൻ ഇവിടെയെങ്കിലും സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ. ശങ്കറെ, ഇത്ര നാളും ഇവനെ കാണാൻ വേണ്ടിയാ ജീവനോടിരുന്നേ. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മാഡം? അവനെയും കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്രായത്തിൽ അവന്റെ കൺമുമ്പിലിട്ട അവന്റെ അമ്മയെ കൊന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങളെ അവൻ അച്ഛനായി കാണുന്നത്? ഒരു കൊലയാളിയായിട്ടേ കാണൂ. നിങ്ങളുടെ മദ്യപാനം, ബോധമില്ലാത്ത അവസ്ഥ, അങ്ങനെ 1000 കാരണങ്ങൾ കാണും പറയാൻ. ശിക്ഷയെ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ പശ്ചാത്താപം തോന്നുന്നുണ്ടാവും. പക്ഷെ അവന് നഷ്ടമായത് ഒരമ്മയുടെ സ്നേഹം, കുടുംബം, ഇതൊക്കെയാ. ആ വേദന മനസ്സിൽ നിന്ന് പോകാൻ കുറെ നാളുകൾ ഇനിയും എടുക്കും. പതുക്കെ പതുക്കെ എല്ലാം ശരിയാവും. എനിക്കിവനല്ലാതെ ഇനി ഈ ലോകത്തിൽ ആരുണ്ട്? ഞാൻ എവിടേക്ക് പോകും? വിഷമിക്കണ്ട. ബാംഗ്ലൂരിൽ എനിക്കറിയാവുന്ന ഫാദർ ഫ്രാൻസിസിനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരാം. കുറച്ചുനാൾ നിങ്ങൾ അവിടെ നിൽക്ക്. ശങ്കർ പഠിച്ച് വലിയ ആളായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അച്ഛനോട് അങ്ങനെയൊക്കെ പറയാമോ? നിനക്കതൊക്കെ ക്ഷമിച്ച് സ്വീകരിച്ചൂടെ ശങ്കറെ? നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരച്ഛൻ, നഷ്ടപ്പെട്ടെങ്കിലും ഓർമ്മിക്കാനായിട്ടെങ്കിലും ഒരമ്മയുമുണ്ട്. ഒരു വിധത്തിൽ നീ ഒരു ഭാഗ്യവാനാ. നിനക്കറിയില്ല, പള്ളിനടയിൽ എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ ജനിച്ചിട്ട് 3 മണിക്കൂർ മാത്രം. പ്രസവിച്ചുടനെ ഉപേക്ഷിച്ചു പോയതാ. എപ്പോഴൊക്കെ പള്ളിയിൽ പോയാലും മദർ സുപ്പീരിയറിനോട് ചോദിക്കും എൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന്. അപ്പോഴൊക്കെ കർത്താവിനെ കാണിച്ചു തരും. ഇവിടെ വന്ന് ഡെയ്സി മാമിനെയും നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാ എനിക്കും ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത്. ഇതെങ്കിലും എനിക്ക് എന്നും ഉണ്ടാവണം ശങ്കരൻ.